ബൽറാം, ഏപ്രിൽ 23-ന് അബദ്ധവശാൽ അതിർത്തി കടക്കുന്ന സമയത്ത് അദ്ദേഹം പിടിയിലാവുകയായിരുന്നു, പാകിസ്ഥാൻ പിടിയിലാവുകയായിരുന്നു. അതിനുശേഷം സംഘർഷാവസ്ഥ മൂർച്ഛിക്കുമ്പോഴൊക്കെ നമുക്കൊക്കെ വലിയ ആശങ്ക ഉണ്ടായിരുന്നു എന്ത് സംഭവിക്കും എന്ന കാര്യത്തിൽ. ഫ്ലാഗ് മീറ്റിങ്ങിനൊക്കെയുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിലും അതൊന്നും ഫലവത്താവുകയും ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സുരക്ഷിതനായി തന്നെ അദ്ദേഹം തിരിച്ചെത്തുകയല്ലേ? തീർച്ചയായും അനുജ, അദ്ദേഹം തിരിച്ചെത്തി എന്നതിൽ ഏറെ ആശ്വാസകരമാണ്. പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് ബന്ധം വഷളാകുന്ന ആദ്യ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ BSF ജവാൻ PK സാഹു പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ പിടിയിലാകുന്നത്. അദ്ദേഹം ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഭീകരവാദികളുടെ പങ്ക് സംബന്ധിച്ചുള്ള തെളിവുകൾ ഇന്ത്യ പ്രഖ്യാപിച്ച ഘട്ടത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു പാക് റേഞ്ചേഴ്സിന്റെ ഈ നടപടി. തൻ്റെ ജോലിക്കിടെയാണ് അദ്ദേഹം ഇത്തരത്തിൽ പാക് റേഞ്ചേഴ്സിന്റെ പിടിയിൽ ആകുന്നത്. അദ്ദേഹത്തിന് ഈ സീറോ ലൈനിൽ ഉള്ള കർഷകർ കൃഷി വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരെ നോക്കുന്നതിനായി അല്ലെങ്കിൽ അവരുടെ ചുമതലയായിരുന്നു ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആ ചുമതല നിർവഹിക്കുന്നതിനിടെ തണൽ ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു മരച്ചുവട്ടിലേക്ക് കയറി നിന്നു. ആ മരം വരുന്നത് പാക് അതിർത്തിക്കുള്ളിലാണ് എന്നും അതുകൊണ്ട് തന്നെ പാക് അതിർത്തിക്കുള്ളിൽ ഏതാണ്ട് 35 മീറ്ററോളം അകത്ത് കയറി എന്നും ആരോപിച്ചാണ് അദ്ദേഹത്തെ ഈ കൃഷി ചെയ്യുകയായിരുന്ന കർഷകർക്കൊപ്പം ഉള്ളപ്പോഴാണ് അദ്ദേഹത്തെ പാക് റേഞ്ചേഴ്സ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അത് കൃത്യമായി തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു പ്രതിരോധം തീർക്കുക എന്ന ലക്ഷ്യമായിരുന്നു പാക് റേഞ്ചേഴ്സിന് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് കണക്കാക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തിന്റെ മോചനത്തിനായി BSF പലതവണ ആശയവിനിമയം നടത്തിയെങ്കിലും പാക് റേഞ്ചേഴ്സ് ഈ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമായിരുന്നു ആദ്യഘട്ടത്തിൽ നടത്തിയത്. സാധാരണ രീതിയിൽ അത്രത്തോളം സംഘർഷഭരിതമല്ലാത്ത അതിർത്തി മേഖലയാണ് പഞ്ചാബിലെ അതിർത്തി മേഖല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തണൽ ലഭിക്കുന്നതിനോ വെള്ളം ലഭിക്കുന്നതിനോ മറ്റോ ഇത്തരത്തിൽ കർഷകർ പോലും അത്തരത്തിൽ ആശയവിനിമയം നടത്തുകയോ എന്നതും മറ്റും പതിവാണ് ആ മേഖലയിൽ എന്നുള്ളതാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പിന്നീട് വ്യക്തമാക്കിയത്. എന്നാൽ ഇതൊരു പ്രതികാര നടപടിയായി തന്നെയായിരുന്നു ഇദ്ദേഹത്തോട് ഉള്ള തുടർ നടപടിയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ തുടർന്ന് മോചനത്തിനായി പശ്ചിമ ബംഗാളിൽ നിന്നും പഞ്ചാബിൽ എത്തി ഉന്നത ഉദ്യോഗസ്ഥരുമായി അടക്കം ചർച്ച നടത്തിയിരുന്നു. തുടർന്ന് ഒടുവിൽ ഇപ്പോൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തി ഏതാണ്ട് സമാധാനത്തിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മോചനം സാധ്യമായിരിക്കുന്നത്. അനുജ, അതാണ് വളരെ ആശ്വാസകരമായ വാർത്തയാണ്. കഴിഞ്ഞ 23 മുതൽ പാകിസ്ഥാന്റെ പിടിയിലായിരുന്ന BSF ജവാൻ PK ഷോ അദ്ദേഹത്തെ വിട്ടയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 20 ദിവസത്തിന് ശേഷം ഇന്ത്യയിലേക്ക് സുരക്ഷിതനായി തന്നെ അദ്ദേഹം മടങ്ങിയെത്തുന്നു എന്നതാണ് വിവരം. ഇന്ന് രാവിലെ 10:30 അട്ടാരി അതിർത്തിയിൽ വെച്ചാണ് ഈ BSF ജവാനെ ഇന്ത്യക്ക് പാകിസ്ഥാൻ കൈമാറിയത്. ദിലീപ് കുമാർ കൂടി വിശദാംശങ്ങളുമായിട്ട്. ദിലീപ്, അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നു. നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു അഭ്യർത്ഥന വരുന്നത്. കർഷകർക്ക് വഴി കാണിക്കുന്നതിനിടെ അബദ്ധത്തിൽ അതിർത്തി കടക്കുകയാണ്. അദ്ദേഹം സ്ഥിരമായി ചെയ്യുന്ന ഒരു ദൗത്യമാണ്. പക്ഷേ ആ സമയത്ത് സംഘർഷാവസ്ഥയുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം പാക് പിടിയിലായത്. പിന്നീട് നമുക്കൊക്കെ ആശങ്കയുടെ ദിവസങ്ങളുമായിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അനുജ, ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വലിയ ഒരു സൈനിക നയതന്ത്ര വിജയം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ഏതാണ്ട് 90 ദിവസത്തോളമാകുന്നു ഇദ്ദേഹം കസ്റ്റഡിയിലായിട്ട് 20 ദിവസത്തോളമാകുന്നു ഇദ്ദേഹം പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ കസ്റ്റഡിയിലായിട്ട്. ഏപ്രിൽ 23-നാണ് PK സാഹുവിനെ പഞ്ചാബിലെ ഫിറോസ്പൂരിൻ്റെ ഒരു മരത്തണലിൽ നിന്ന് പിടിച്ചുകൊണ്ടു പോകുന്നത്. അവിടെ കർഷകരെ ഈ 22-ലെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അവിടെയുള്ള പഞ്ചാബിലെ ഫിറോസ്പൂർ അതിർത്തിയിലുള്ള കർഷകരെ അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളിലായിരുന്നു BSFും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം ഡ്യൂട്ടിയിലുള്ള BSFിൻ്റെ 182-ാം റെജിമെൻറ്റും. അതിനിടയിലാണ് ഈ അതിർത്തിയിലേക്ക് കടന്നു പാകിസ്ഥാൻ്റെ അതിർത്തിയിലേക്ക് കടന്നു എന്നാരോപിച്ചുകൊണ്ട് PK സാഹുവിനെ പാക് റേഞ്ചേഴ്സ് പിടികൂടുന്നത്. പിന്നീട് പലവട്ടം ഇങ്ങനെ ഈ അതിർത്തിയിൽ സാധാരണഗതിയിൽ ചെറിയ 1-2 ചുവടുകളൊക്കെ പാകിസ്ഥാൻ്റെ അതിർത്തിയിലോ ഇന്ത്യയിലെ അതിർത്തിയിലോ ഒക്കെ വരുമ്പോൾ അത് അതിർത്തി ലംഘനമായി കണക്കാക്കി പിടികൂടാറുണ്ട്. പക്ഷേ പിന്നാലെ തന്നെ അതിൻ്റെ ഫ്ലാഗ് മീറ്റിങ്ങുകളിൽ, അതായത് BSFിൻ്റെ മേധാവിയും പാകിസ്ഥാൻ്റെ അതിർത്തി രക്ഷാ സേനയായ പാക് റേഞ്ചേഴ്സിൻ്റെ മേധാവിയും നടത്തുന്ന ഫ്ലാഗ് മീറ്റിങ്ങുകളിലൂടെ ഇവരെ സൈനിക പ്രോട്ടോകോൾ പ്രകാരം കൈമാറാറുമുണ്ട്. പക്ഷേ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുള്ള സംഘർഷാവസ്ഥയ്ക്കിടെ PK സാഹുവിനെ വിട്ടയക്കാൻ പാകിസ്ഥാൻ തയ്യാറായിരുന്നില്ല. ഇതിനിടെ രാജസ്ഥാൻ അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ
ഒരു ജവാനെ ഇന്ത്യ അതിർത്തി ലംഘനത്തിന് പിടികൂടുകയും ചെയ്തിരുന്നു. പലതവണ ഫ്ലാഗ് മീറ്റിങ്ങുകൾ നടന്നു, പക്ഷേ ആ ഫ്ലാഗ് മീറ്റിങ്ങുകളിലൊന്നും ധാരണയായിരുന്നില്ല. ഇപ്പോൾ പാകിസ്ഥാന് വലിയ തിരിച്ചടി ഈ വ്യോമത്താവളങ്ങൾ, സൈനിക താവളങ്ങളിലൊക്കെ ഏൽക്കേണ്ടി വരികയും അവർ പിന്നീട് വെടിനിർത്തലിന് ഇന്ത്യയോട് അപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഈ വെടിനിർത്തലിനു ശേഷമാണ് BSF ജവാനെ വിട്ടയക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ സജീവമാക്കിയത്. ഇന്ന് വീണ്ടും സൈനികതല ചർച്ച, DGMOമാരുടെ ചർച്ച നടക്കുമ്പോൾ ഈ ആവശ്യം ഉന്നയിക്കാനിരിക്കെയാണ് രാവിലെ 10:30 വാഗ അട്ടാരി അതിർത്തിയിലൂടെ BSF ജവാൻ PK സാഹുവിനെ കൈമാറിയിട്ടുള്ളത്. അത് ഈ സൈനിക പ്രോട്ടോകോൾ പ്രകാരം തന്നെയാണ് കൈമാറിയത്. പാകിസ്ഥാനുമേൽ ഉണ്ടായിട്ടുള്ള വലിയ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം, നേരത്തെ ബലാക്കോട്ട് ഭീകരാക്രമണം, അതിനുശേഷം ഇന്ത്യ നടത്തിയ വലിയ തിരിച്ചടി, ആ തിരിച്ചടി ബലാക്കോട്ടിൽ നടത്തിയ തിരിച്ചടിക്ക് ശേഷം അഭിനന്ദൻ വർദ്ധമാൻ അദ്ദേഹത്തെ വിട്ടയക്കുന്നതിനൊക്കെ വലിയ സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഈ സമ്മർദ്ദം, അത് സൈനിക തലത്തിലുള്ള സമ്മർദ്ദം, നയതന്ത്ര തലത്തിലുള്ള സമ്മർദ്ദം, ഇതിനൊക്കെ ഒടുവിലാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ BSF ജവാനെ വിട്ടയക്കുന്നതിന് ധാരണയായതും രാവിലെ 10:30 കൈമാറിയതും. അനുജ, ഏപ്രിൽ 23 പാകിസ്ഥാൻ പിടികൂടിയ BSF ജവാൻ PK സാഹുവിനെയാണ് വിട്ടയച്ചിരിക്കുന്നത്. അല്പസമയം മുൻപായിരുന്നു ഈ നടപടിക്രമം പാകിസ്ഥാൻ പൂർത്തിയാക്കിയത്. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വലിയ ഒരു നയതന്ത്ര വിജയം എന്ന തരത്തിലേക്ക് കൂടി ഇതിനെ കാണണം. ഇന്നലെയൊക്കെ വാർത്താ സമ്മേളനത്തിൽ ഈ ചോദ്യം വിദേശകാര്യ മന്ത്രാലയ വക്താവിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിലിപ്പോൾ അപ്ഡേറ്റ് നൽകാൻ കഴിയില്ല എന്ന മറുപടിയാണ് നൽകിയത്. പക്ഷേ ചർച്ചകൾ അവിടെ തുടരുന്നുണ്ടായിരുന്നു, ആ പ്രതീക്ഷയും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ സുരക്ഷിതനായി തന്നെ നാട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്.